മുത്തച്ഛ, കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായത്? അത് നീ അറിയണമെങ്കിൽ ഒരു ഗെയിമിനെ പറ്റി നീ അറിയണം. ഏതൊരു പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഗെയിം. ഇപ്പോഴത്തെ ജനറേഷൻ അതൊന്നും അറിയാൻ വഴിയില്ല. ദ വൺ ഓഫ് ദ ബെസ്റ്റ് മൈൻഡ് ബ്ലോയിങ് ഗെയിം. ഓരോ നറുക്ക് കുലുക്കുമ്പോഴും എല്ലാവരുടെ നോട്ടവും ആ കയ്യിലായിരിക്കും. നറുക്ക് താഴെ വീണ ഉടൻ പഞ്ചായത്ത് പട്ടിക്ക് എല്ലിൽ കഷ്ണം കിട്ടിയതുപോലത്തെ ഒരു വരവുണ്ട്. പോലീസ് ആരാണോ അവൻ എല്ലാരെയും ഒന്ന് ഇരുത്തി നിരീക്ഷിക്കണം. നിരീക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് യാതൊരു ഐഡിയയും കിട്ടില്ല. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ, ആരാണ് പോലീസ്? നീയാണ് പോലീസ് എന്ന് തിരിച്ചറിഞ്ഞ പിന്നെ ബാക്കിയുള്ളവർ നിന്നെ കൊടുക്കാനായിട്ട് ഓസ്കാർ അഭിനയം കാഴ്ചവെക്കുന്ന രംഗമായിരിക്കും അടുത്തത്. ഇനി വേണം നമ്മൾ ശ്രദ്ധിച്ച് കരുക്കൾ മുന്നോട്ട് നീക്കാൻ. പോലീസിന്റെ ലക്ഷ്യം എപ്പോഴും കള്ളനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം. ആ കൂട്ടത്തിൽ ആരാണോ ആദ്യം ശബ്ദമുയർത്തിയത് അയാൾ എപ്പോഴും സേഫ് സോൺ ആയിരിക്കും. അടുത്തത്, ആ കൂട്ടത്തിൽ എപ്പോഴും തല താഴ്ത്തിയിരിക്കുന്ന ഒരുത്തൻ കാണും, അവനും സേഫ് സോൺ ആയിരിക്കും. ഈ കളിക്കൊരു പ്രത്യേകതയുണ്ട്. രാജാവ് കിട്ടിയവൻ കള്ളനെ പോലെ അഭിനയിക്കും. കള്ളൻ കിട്ടിയവൻ രാജാവിനെ പോലെ അഭിനയിക്കും. അത് ഈ ഗെയിമിന്റെ ഒരു തന്ത്രമാണ്. അത് മനസ്സിലാക്കുന്ന ഏവനും ഈ കളി ജയിക്കും. ഇനി പറ, കള്ളനാന്നോ പോലീസാന്നോ ആദ്യം ഉണ്ടായത്? കള്ളനെ പിടിക്കാനാ പോലീസ് ഉണ്ടായത്. മുത്തച്ഛ ഈ കളിയിൽ ആരായിരുന്നു? കളിയിൽ കൂടുതലും കള്ളനാ കിട്ടിയിരുന്നെങ്കിലും കളിയുടെ അവസാനം രാജാവായിട്ട് മുത്തശ്ശൻ പടിയിറങ്ങുള്ളൂ. ഒരു നാടിനെ മുഴുവൻ ഈ കളിയിൽ തോപ്പിച്ച ആളാണ് നിന്റെ മുത്തശ്ശൻ.